ഹലോ, ഞാൻ നിങ്ങളുടെ ഇഷ്ട. നമ്മൾ വീണ്ടും ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അറൌണ്ട് ഒരു 3 days ആയിട്ട് റിവ്യൂ ചെയ്തിട്ടില്ല. എക്സ്ട്രീംലി സോറി. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ 3 ദിവസം നമ്മൾ കുറച്ച് വീട്ടിൽ കുറെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബിസി ആയിരുന്നു. പിന്നെ ഇന്ന് ഞാൻ എന്റെ ബിസിനസ് സംബന്ധമായ ഒരു യാത്രയിലായിരുന്നു. ജസ്റ്റ് യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം എനിക്ക് തീർച്ചയായിട്ടും നമ്മൾ റിവ്യൂ ചെയ്തതിന് ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ട് ഞാൻ പിന്നീടൊക്കെ നോക്കിയപ്പോൾ ഒരുപാട് പേര് സബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ബിഗ് ബോസിനെ കുറിച്ചാണ്. ബിഗ് ബോസ് ഇന്നലെ ലാലേട്ടൻ ശനിയാഴ്ച വരുന്ന ദിവസമായിരുന്നല്ലോ. പറയാതെ വയ്യ കേട്ടോ. നിങ്ങൾ ആണുങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ലാലേട്ടന്റെ കോസ്റ്റ്യൂം സൂപ്പറാണ്. അത് പ്യുവർ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത്. സിൽക്കിൽ വന്നിരിക്കുന്ന വർക്കുകളാണ്, ഫ്ലവർ വർക്കുകളാണ്. മുണ്ടും അതുപോലെ വെള്ള ഷൂവ്, കയ്യിൽ വെള്ള ബാൻഡ്, സൂപ്പർ ഒരു ഗോൾഡ് ചെയിന് ഒക്കെ കൂടെ ആയിട്ട് എന്താ രസം. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞങ്ങളുടെ പർപ്പിളും വഴി ഞാൻ ചെയ്തു തരാം കേട്ടോ. കിട്ടത്തൻ ഭയങ്കര സൂപ്പർ കോസ്റ്റ്യൂമായിരുന്നു. ഓക്കെ, അത് കഴിയട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എന്റെ പൊന്നു ദൈവമേ, ഇന്ന് എല്ലാരും ഒന്നും നിങ്ങൾ കാണാറുണ്ട്. എന്ത് സുന്ദരിമാരെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട്. കഴിഞ്ഞ ദിവസം നിന്നവരൊന്നും അല്ല. കഴിഞ്ഞ ദിവസം നിന്ന കോലം തെറ്റി നിന്ന ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല. അവരൊക്കെ ഇന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് പുട്ടിക്കടിച്ച് എന്ത് സുന്ദരികളായിട്ടിരിക്കുന്നു. മേക്കപ്പിന്റെ ഒരു കഴിവ്. ജസ്റ്റ് അവർ ഐബ്രോസ് ഒന്ന് വരച്ചപ്പോ തന്നെ എന്ത് ഭംഗി. അവർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ബ്ലഷൊക്കെ ഇട്ട് സുന്ദരി. അനുമോളെയൊക്കെ നിങ്ങൾ കണ്ടോ? ശൈത്യ, അനുമോള്, പിന്നെ RJ ബിൻസി ഒക്കെ എന്ത് രസമായിരുന്നു. കോസ്റ്റ്യൂം ഒക്കെ എല്ലാവരെയും സൂപ്പർ. ഒന്നിനൊന്നിന് മെച്ചം. ആണുങ്ങളും ഒക്കെ അതെ, എല്ലാവരും മികവുറ്റായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഗെയിം കളിച്ചിരിക്കുന്നത് അനീഷാണ്. വെറുപ്പിക്കുന്നുണ്ടെങ്കിലും അയാളുടെ വായിൽ നിന്ന് റോങ് ആയിട്ടൊന്നും വീഴുന്നില്ല. എന്താണേലും ഈ പ്രാവശ്യം പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞതുപോലെ ബിഗ് ബോസ് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തവർക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ നല്ല പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊന്നും അത് ചെയ്തിട്ടില്ല. എന്ത് വൃത്തികേടും നടക്കുന്ന സ്ഥലം ബിഗ് ബോസ് എന്ന ഒരു പേരുദോഷം തന്നെ ബിഗ് ബോസിലുണ്ടായിരുന്നു. അവർക്ക് മാറ്റിമറിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പറയാതെ വയ്യ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ രേണു സുധീനെ പിന്നെ സെറ്റ് ടാങ്ക് എന്ന് വിളിച്ച അക്ബർ വളരെ മോശമായി പോയി കേട്ടോ. രേണുവിനെ ശരിക്കും പറഞ്ഞാൽ എനിക്കും പുറത്തു നിൽക്കുമ്പോൾ രേണുവിനെ ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് രേണുവിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ അകത്തെ രേണുവിന്റെ ഗെയിം കൊള്ളാം കേട്ടോ. അവരുടെ വായിന്നൊരു മോശം വീഴുന്നില്ല. അവരും ശാരികയൊക്കെ പുറത്ത് ഒത്തിരി നെഗറ്റീവ് ഉള്ളവരാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരകത്ത് അവരായിട്ട് കളിക്കുമ്പോൾ അവർ ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ രേണു ഈ പുറത്ത് കാണിച്ചിട്ടുള്ള ജീവിക്കാനുള്ള തത്രപ്പാടോ അല്ലെങ്കിൽ ഈ ഫെയിം ഒക്കെ ആഗ്രഹിക്കുമല്ലോ. നെഗറ്റീവായിട്ടെങ്കിലും 10 പേര് അറിയണം എന്നുള്ള ഒരു ചിന്ത ചില മനുഷ്യരിലുണ്ട്. നിങ്ങൾക്കറിയോ എത്രയോ പേരെ നമുക്ക് പേഴ്സണൽ അറിയാവുന്ന എത്രയോ പേര് ബിഗ് ബോസ് വിളിച്ചിട്ട് പോകാത്തവരുണ്ടെന്ന്. എന്താണെന്നറിയോ, അവർക്ക് ചില പേഴ്സണൽ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് അതിന് താല്പര്യമില്ല. അങ്ങനെ എടുത്തൊന്നും സമൂഹത്തിന് മുന്നിൽ ഓപ്പണായിട്ട് കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഇത് ഒന്നും പ്രശ്നമല്ല. എത്ര നാണം കെട്ടാലും പ്രശ്നമില്ല. അങ്ങനെ ഒരു മൈൻഡിൽ പോകുന്നവർക്ക് അത് പ്രശ്നമേ അല്ല. പക്ഷെ രേണു അകത്ത് നല്ല ഇതാണ്. ശാരിക അതെ നല്ലൊരു ഇതായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, അക്ബർ സോറി ചോദിച്ചിട്ടുണ്ട്. എന്നാലും അക്ബറിനെ അതിന് വിലക്കിയിട്ടുണ്ട്. അന്നേരം രേണു പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കൊക്കെ നാണക്കേടായിപ്പോയി. അവളെ പറഞ്ഞ് വളരെ ഹൃദയത്തിൽ തൊട്ടാട്ടോ. എനിക്ക് എല്ലാവരുടെ മുന്നിൽ ഞാനങ്ങ് ചമ്മിപ്പോയി. ലാലേട്ടാണ് കഷ്ടം തോന്നി എനിക്ക് കേട്ടോ. എനിക്ക് തോന്നുന്നു ഫൈനൽ 5 രേണു വരും. അവളതിനെ ഡിസർവിങ് ആണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പോ ചില വിവരക്കേടുകളൊക്കെ അവളുടെ ഭാഗത്ത്. എല്ലാം തികഞ്ഞ മനുഷ്യരില്ലല്ലോ, നമുക്കൊക്കെ ഇല്ലേ ഓരോരോ നെഗറ്റീവ്സ്. അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. എന്താണേലും അക്ബർ തെറ്റ് അബദ്ധത്തിൽ പറഞ്ഞു പോയതാണ് നേരത്തെ മൈൻഡില്. അവനും അതിന് സോറി ചോദിച്ചു. പിന്നെ അപ്പാനി വേറും ഞാൻ പറഞ്ഞില്ലേ, ആ ലോക്കൽ ഒരു നമ്മൾ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ഭാഷകളൊക്കെ അപ്പാനി അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ വിലക്കിയിട്ടുണ്ട്. അപ്പാനിക്ക് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ. പക്ഷെ ഇവരുടെ ഗെയിം ഇങ്ങനത്തെ ആയിപ്പോയി. അപ്പം പിന്നെ നമുക്ക് പറയാതെ വയ്യ. അപ്പാനിയുടെയൊക്കെ അത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അകത്തും കുട്ടികളൊക്കെ കാണുന്നതല്ലേ, ഇതിൽ കൂടുതൽ അവനൊക്കെ എന്താ ഇവരുടെ ഒരു ഒരു സിനിമാ നടനാണ്. ഇവിടെ കൊണ്ടുവന്ന റേറ്റ് ഉള്ള വില കളയും. ഇനി ഇവനൊന്നും പുറത്തിറങ്ങിയ ഒരു സിനിമാ നടൻ എന്ന ഇതിന് കപ്പൊക്കെ നേടിപ്പോയാൽ രക്ഷപ്പെട്ടു. അല്ലാണ്ട് പുറത്തിറങ്ങിയ ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ ഉയരാൻ ബുദ്ധിമുട്ടാണ്. കാര്യം അവരുടെ ഒരു ക്യാരക്ടർ ഇവിടെ വെളിവാകുകയാണ്. ഇനി അവരതൊക്കെ സൂക്ഷിച്ചോളും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണേലും അനീഷിനെ പറഞ്ഞതൊന്നും ലാലേട്ടന് ഇഷ്ടമായിട്ടില്ല. പുറത്തതൊക്കെ മോശമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശൈത്യൊന്നും ഗെയിമേ കളിച്ചിട്ടില്ല. ഭാഗ്യത്തിന് എനിക്ക് തോന്നുന്നു ഇന്ന് ശൈത്യം അല്ലെ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പുള്ളിയായിരിക്കും, മുൻഷി രഞ്ജിത്ത്.
മിൻഷി രഞ്ജിത്തെ ഔട്ടാവാൻ സാധ്യതയുള്ളൂ. ശൈത്യക്ക് അത്യാവശ്യം വോട്ടിന്റെ റേറ്റിംഗ് കാണിക്കുമ്പോഴത്തേക്ക് ശൈത്യ മുന്നിലും മുൻഷി രഞ്ജിത്താണ് താഴെ കാണിക്കുന്നത്. ചിലപ്പം അയാളാവാനാണ് സാധ്യം. പക്ഷെ ശൈത്യ കളിച്ചില്ലെങ്കിൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ട് ശൈത്യ പോവും. രണ്ടുപേരും പോവും, അതിലൊന്ന് ശൈത്യമായിരിക്കും. ഇനി യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഗെയിം കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. കാര്യം നല്ല അവെയറാണ്. പറയുന്നത് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ഇന്നലെ കണ്ടോ വർത്താനൊക്കെ പറയുന്നുണ്ട്. ഈ വർത്താനൊക്കെ ഇവിടെ വെച്ച് തുറന്ന് ഇവർക്കൊക്കെ പേടിയാ. ഇവരൊക്കെ ഉണ്ടല്ലോ തനിയെ മുഖംമൂടി ഊരുവെന്ന് 4-5 ദിവസം കഴിയുമ്പം ഇത്തിരി ആഹാരം കുറയുമ്പോഴും അങ്ങനെ പറയാൻ കാര്യങ്ങൾ വരുമ്പോൾ തനിയെ ഇവരെല്ലാം സംസാരിച്ചോളും. പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത്, ഷാനവാസിന്റെ ഫാമിലിയായിട്ട് സംസാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ നിന്ന് കോൾ വന്നതിന് വലിയ പ്രശ്നമായിരുന്നു. പക്ഷെ ഷാനവാസിന് ഹെൽത്ത് ഇഷ്യൂ ഉള്ളതാണ്, ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നതാണ്. അത് അവരെ ബോധിപ്പിക്കാനല്ല, നമ്മൾ കാണികളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ബിഗ് ബോസ് പബ്ലിക്കായിട്ട് വിളിച്ച് ഷാനവാസിന്റെ ഫാമിലിയെ കണക്ട് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഒരിക്കലും അകത്ത് നിൽക്കുന്നതല്ല, നമ്മളെ ബോധിപ്പിക്കാൻ. എന്തിനാണ് ഷാനവാസിനെ ഇടയ്ക്കിടയ്ക്ക് അകത്ത് വിളിക്കുന്നത്? വയ്യാത്തതുകൊണ്ടാണ്, മരുന്ന് കൊടുക്കാനാണ്. സത്യസന്ധമായ കാര്യമാണ്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വളരെ സൂക്ഷിച്ചുള്ള മൊമെന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ അറിയാം ഗെയിം നല്ല രീതിയിൽ ഇതായില്ലെങ്കിൽ ആൾക്കാർ അത് ലാലേട്ടനും മോശമാവും, ബിഗ് ബോസിനും മോശമാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളൊന്നും നമുക്ക് പറയത്തക്ക കണ്ടന്റുകളൊന്നുമില്ല. ഭക്ഷണമൊക്കെ നല്ല കുറവാട്ടോ. ചോറ് നോക്കിയില്ല, വിശക്കുന്നുണ്ട് എല്ലാവർക്കും. ഭക്ഷണമൊക്കെ നന്നായി കുറവാണ്. പിന്നെ ജയിലിലൊക്കെ കിടന്ന് അപ്പാനെയൊക്കെ കാണിച്ച് എന്തൊരു ഡ്രാമയാണ് നിങ്ങൾക്ക് കണ്ടില്ല? നിങ്ങൾ കണ്ടവരല്ലേ? എത്ര മോശമാണ്. അപ്പാനെയൊക്കെ അപേക്ഷിച്ച് രേണു ഒക്കെ അപ്പാനെ ശരത്ത് പറഞ്ഞു കരത്ത് ബിഗ് ബോസിലേക്ക് വരാൻ യോഗ്യതയില്ലെന്ന്. ഞാൻ പറയുന്നു രേണുവിന് വരാൻ യോഗ്യതയുണ്ട്, അപ്പാനെ ശരത്തിന് വരാൻ യോഗ്യതയില്ലായിരുന്നു. ഒരു കാണുന്നൊരു കാണിയായിട്ട് നിന്നുകൊണ്ട് ഞാൻ പറയാണ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. അപ്പാനെ ശരത്തിനേക്കാളും നന്നായി ഗെയിം കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രേണുവാണ്. നമ്മൾ രേണുവിന്റെ തെറ്റായ വശങ്ങൾ പറയുന്നത് പോലെ തന്നെ രേണുവിന്റെ നല്ല വശങ്ങളും നമ്മൾ പറയുന്നുണ്ട്. പറഞ്ഞേ പറ്റുള്ളൂ. ഒരാൾ നന്നായി കളിച്ചാൽ ആ ഗെയിമിൽ അവർ നല്ലതായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരുടെ വായിൽ ഒരു മോശം വർത്താനം ചെയ്യുന്നില്ല, ആരോടും അവർ മോശമായി ബിഹേവ് ചെയ്യുന്നില്ല. എല്ലാം വളരെ നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് അവരുടെ നന്മ നമ്മൾ പറഞ്ഞുകൂടാ അല്ലേ? എന്താണെങ്കിലും ഇന്നത്തെയും കൂടെ നീ പറഞ്ഞില്ലേ, മുൻഷി രഞ്ജിത്തായിരിക്കാം നോട്ടാവുന്ന. ബാക്കി ഇന്നത്തെയും കൂടെ കണ്ടിട്ട് പറയാം. ഈ കഴിഞ്ഞ 3 ദിവസം വീഡിയോസ് ഇടാത്തതിന് സോറി. സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ്. ഇടാനതിന്റെ മെയിൻ കാരണം ഇതാണ്. 3 ദിവസം ഞങ്ങൾ പൂജ കുറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഇതൊന്നും അത്ര നല്ല ടോക്കല്ലല്ലോ. അത് പറയുന്നത് ശരിയല്ലെന്ന് തോന്നിയുകൊണ്ട് 2 ദിവസം ഞാൻ മാറ്റി വെച്ചു. ഇന്ന് എൻ്റെ ബിസിനസ് സംബന്ധമായ തിരക്കായിരുന്നു. ജസ്റ്റ് ഞാൻ വന്ന് കീഴിയോടെ വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവർ നല്ല കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം, ഇന്നത്തെ ബിഗ് ബോസിന് ശേഷം കൂടുതൽ വിവരങ്ങളായിട്ട് വരാം കേട്ടോ.